ഹായ് എല്ലാവർക്കും ഡാഗ് വീൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വന്നേക്കുന്നത് ഡാഗ് ടൂൾസ് ആയിട്ടാണ്. നമ്മളറിയാം, നമ്മൾ ഓൾറെഡി ട്രെയിനിങ് കോഴ്സുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായി. ഓഫ്ലൈനായിട്ട് ജാഗോർ ഓട്ടോട്രോണിക്സിനോട് ചേർന്നിട്ട് എഞ്ചിൻ കൺട്രോൾ മാസ്റ്ററിൻ്റെ ഒരു ട്രെയിനിങ് കോഴ്സ് നമ്മൾ ഓഫ്ലൈനായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർ കുറേ അധികം പേര്, അതായത് മോസ്റ്റ്ലി നമുക്കൊരു എൻക്വയറി വരുന്നതിൽ ഒരു 80% ആളുകളും ഓൾറെഡി ഏതെങ്കിലും തരത്തിലൊരു വർക്ക്ഷോപ്പിലേക്ക് വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംരംഭവുമായിട്ട് മുന്നോട്ട് പോകുന്നവരോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളവർ നേരിടുന്നൊരു പ്രധാന പ്രശ്നമാണ്, നമ്മളീ ഒരു കോഴ്സ് നടക്കുന്ന ഒരു 1.5 മാസത്തോളം അവരുടെ സ്ഥാപനത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് വളരെ കഷ്ടമുള്ളൊരു കാര്യമായിട്ടാണ് നമ്മളോട് ബുദ്ധിമുട്ടായിട്ട് അറിയിച്ചു. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഈ കോഴ്സിനെ ഒന്നൊരു ഓൺലൈൻ സെഗ്മെൻറ്റിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഓഫ്ലൈൻ ക്ലാസ് നമുക്ക് അവൈലബിൾ ആണ്, പ്ലസ് നമ്മൾ അഡീഷണൽ ആയിട്ട് അതിനകത്തേക്ക് ഒരു ഓൺലൈൻ ഓപ്ഷൻസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് നമുക്ക്. അപ്പോൾ നിങ്ങൾ ഈ നമ്മുടെ 4 സബ്ജക്റ്റ് ആയിട്ടുള്ള സ്കാനിങ് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ്, ECU റിപ്പയറിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ്, കീ ആൻഡ് ഇമ്മോ പ്രോഗ്രാമിംഗ്, ക്ലസ്റ്റർ കാലിബ്രേഷൻ ആൻഡ് റിപ്പയറിംഗ്, ഇത്തരത്തിലുള്ള ഈ 4 കോഴ്സിൽ ഏതെങ്കിലും ഒരു കോഴ്സോ അല്ലെങ്കിൽ ഒരു ഫുൾ കോഴ്സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫുള്ളി ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ വയ്ക്കുന്ന ഒരു അഡീഷണൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് 6 മാസത്തേക്ക് അതിൻ്റെ ലാബ് സെക്ഷൻസ് എല്ലാം തന്നെ ഓൺലൈനായിട്ടും ഓൾറെഡി കോഴ്സിനൊപ്പം തന്നെ കിട്ടും, ഓഫ്ലൈനായിട്ടും അതേപോലെ തന്നെ ഓൺലൈനായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രീ ബുക്ക് ചെയ്തിട്ട് ലൈവായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ECU റിപ്പയറിങ്ങിൻ്റെ കോഴ്സ് എടുത്തു. അപ്പോൾ ആ കോഴ്സിനകത്ത് വരുന്ന കുറച്ച് ഡിവൈസുകളായിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുന്ന സെക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ വീഡിയോസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കണമെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രീ ബുക്ക് ചെയ്തിട്ട് ലൈവായിട്ട് തന്നെ നിങ്ങളുടെ അടുത്ത് തന്നെ ഇരുന്ന് ചെയ്ത് നോക്കാം. അതെല്ലാം നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് വന്ന് നമ്മുടെ ലാബിലിരുന്ന് നമ്മുടെ ഡിവൈസുകളെല്ലാം യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ പ്രീ ബുക്ക്ഡ് സെക്ഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തൊരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഡ്യൂറേഷൻ വന്നതെന്ന് പറഞ്ഞാൽ ഇതിന് ലൈഫ് ടൈം ആക്സസ് ആണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഈ ലാബിൻ്റെ കേസിൽ മാത്രം നിങ്ങൾക്ക് 6 മന്ത് മാത്രമാണ് സമയമുള്ളൂ. അപ്പോൾ ആ 6 മന്തിനുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സെക്ഷനിലേക്ക് വേണ്ട ലാബുകളെല്ലാം തന്നെ വന്ന് ഫ്രീ ആയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രീ ബുക്ക് ചെയ്തിട്ട് വന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് മാത്രം. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലാബ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരിക്കും, പക്ഷേ ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കില്ല എന്ന് മാത്രം. കൂടാതെ തന്നെ നമ്മൾ ഈ കോഴ്സ് റൺ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഈ 6 മന്തിനുള്ളിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് കാര്യങ്ങളുണ്ട്, നിങ്ങൾ റിമോട്ട് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു 6 അവർ ഇതിൻ്റെ ലൈവ് സെക്ഷൻസ് നമ്മൾ ഗൂഗിൾ മീറ്റിലോ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈവായിട്ട് ഈ ക്ലാസ് നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ട് തന്നെ ഇരുന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, സാധിക്കും. ഇനി ഈ കോഴ്സ് എങ്ങനെയാണ് ഇതിൻ്റെ പർച്ചേസ് മറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 1 ടൈം പർച്ചേസാണ് അവൈലബിൾ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ സിംഗിൾ പേയ്മെൻറ്റിൽ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, കോഴ്സ് ആക്സസ് അല്ലെങ്കിൽ ഇതിന് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എങ്ങനെയാണ്, ഇതിൻ്റെ സെക്ഷൻസ് എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് ഡെമോ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഡെമോ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് ഓക്കെയാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഈ ഫെസിലിറ്റീസ് എല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ പേയ്മെൻറ്റ് കൊടുത്ത് തന്നെ, അതായത് സിംഗിൾ പേയ്മെൻറ്റിൽ തന്നെ നമുക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ പർച്ചേസ് ചെയ്യണ ആ ഒരു സെയിം ഡേറ്റ് തൊട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കോഴ്സ് നമ്മളൊരു 6 മന്ത് വരെ നിങ്ങൾക്ക് ലൈഫ് ടൈമാണ് കോഴ്സിൻ്റെ ആക്സസ്. പക്ഷേ ഈ 6 മന്ത് വരെയുള്ളൂ നമുക്ക് ലൈവ് സെക്ഷൻസും അതേപോലെ തന്നെ ലാബ് കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് വരുന്നതെന്ന് മാത്രം. ഇനി ഈ കോഴ്സ് ആർക്കൊക്കെ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ആർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു കോഴ്സ് 100% ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആർക്കും തന്നെ പ്രയോജനപ്പെടുന്ന ഒരു കോഴ്സാണ്. ഇതിൽ A to Z കാര്യങ്ങൾ, നമ്മൾ ലൈവായിട്ട് പ്രാക്ടിക്കലി ചെയ്യുന്ന കാര്യങ്ങൾ, ഓരോ ഡിവൈസ് എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ മലയാളത്തിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് കണ്ടവർക്ക് അറിയാൻ പറ്റും, നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കാറുള്ളത്. ഇപ്പോൾ കുറേ കൂടി നമ്മുടെ ഓൺ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ഈ കുറേ കൂടി സിമ്പിളായിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആ കോഴ്സിൻ്റെ ഒരു ഡെമോ സെക്ഷൻസ് എങ്ങനെയാണ്, നമ്മൾ ആ കോഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ സെക്ഷൻസൊക്കെ എങ്ങനെയാണ് വരുന്നത്, 4 സെക്ഷൻസൊക്കെ എങ്ങനെയാണെന്നുള്ള കുറച്ച് ഇമേജസ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 4 സെക്ഷൻസ് നമ്മളിവിടെ വരുന്നുണ്ട്, 4 കോഴ്സുകളാണ്. ഇതിൽ ഓരോ കാറ്റഗറി നമ്മൾ മുമ്പ് ട്രെയിനിങ് സെക്ഷനിൽ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞേക്കുന്നതാണ്. എന്താണ് സ്കാനിങ് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ്, എന്താണ് ECU റിപ്പയറിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ്, എന്താണ് കീ ആൻഡ് ഇമ്മോ പ്രോഗ്രാമിംഗ്, എന്താണ് ക്ലസ്റ്റർ റിപ്പയറിംഗ് ആൻഡ് കാലിബ്രേഷൻ എന്നുള്ളത്. ഈ കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നേരെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ഓഫീസിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിൻ്റെ ബ്രോഷേഴ്സ്, ഡീറ്റെയിൽസ്, ഡെമോ ക്ലാസ്സിൻ്റെ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഒരു വാട്സപ്പിൽ കൂടെ ഫോർവേഡ് ചെയ്ത് തന്നെയായിരിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് ഞങ്ങളായിട്ട് നേരിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിലാണ്. ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാബ് കാര്യങ്ങളൊക്കെ കാണാനും
നമ്മളായിട്ട് നേരിട്ട് സംസാരിക്കാനും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഡൈഗ് വീൽസ്. ബൈ.